അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഡേ ഇൻ മൈ ലൈഫ് ആണ്. നമ്മൾ ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ് ഗൈസ്. കുറെ പേര് ചോദിച്ചായിരുന്നു, പക്ഷെ അന്നൊന്നും ചെയ്യാൻ പറ്റിയില്ല. അത് അങ്ങനത്തെ രീതിയിലായിരുന്നു. യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഒരുപാട് പേര് ചോദിക്കാൻ തുടങ്ങിയാണ്. ഓക്കെ ഗൈസ്, അതിന് മുമ്പ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, നമ്മൾ രാവിലെ ഒരു 5:30 എഴുന്നേറ്റതായിരുന്നു. എന്നിട്ട് നിസ്കരിച്ചിട്ട് പിന്നെയും കയറി കടന്നു തുടങ്ങി. പിന്നെ എന്നത്തെ ഒരു 10 മണിക്കായിരുന്നു. 10 മണിക്ക് എഴുന്നേറ്റപ്പോൾ സഫേനെ തട്ടി വിളിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ എഴുന്നേറ്റ് രാവിലെ പല്ലൊക്കെ തേച്ചതിന് ശേഷം ഫുഡ് കഴിച്ചത് അപ്പവും മുട്ടക്കറിയായിരുന്നു. അപ്പോൾ അതൊന്നും ഈ ഉറക്കക്ഷീണത്തിനാണ് എന്നെ വീഡിയോ പിടിക്കാൻ വലിയ മൂടൊന്നും ഇല്ലായിരുന്നു. അതിനുശേഷം നമ്മൾ ഷോർട്ട് വീഡിയോ പിടിക്കാനൊക്കെ റിവഞ്ചിൻ്റെ ഒക്കെ വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങാനൊക്കെ പോയി. അങ്ങനെ ഒരുങ്ങിയിട്ട് വന്നപ്പം ഉമ്മ പുട്ടും ഇന്നലെ ഇരിക്കുന്ന പുട്ടും പിന്നെ എന്നിട്ട് മീൻകറി ഉണ്ടായിരുന്നു. അങ്ങനെ അത് നമ്മൾ ആ മീൻകറിയിൽ ആ ചട്ടിയിലിട്ട് തന്നെ കുഴച്ചെടുത്ത് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്, അടിപൊളിയായിരുന്നു. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഷോർട്ട് വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് വന്ന് ഒരുങ്ങി നിൽക്കുകയാണ്. സാധനങ്ങളൊക്കെ ഇത് റിവഞ്ചിന് വേണ്ടിയിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ പോവാം. എന്നിട്ട് ഇനി മുകളിൽ പോയിട്ട് വീഡിയോ പിടിക്കണം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ടെറസിൻ്റെ മണ്ടയിലെത്തിയിട്ട് നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ പിടിച്ച് നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ, നല്ല കാറ്റുണ്ടായിരുന്നു. പിന്നെ നമ്മൾ റിവഞ്ച് പാർട്ട് 3 2 വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. ഓക്കെ ഗൈസ്, നമ്മൾ റിവഞ്ച് പാർട്ട് 2 വരെ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാർട്ട് 3 പാർട്ട് 4 ഒക്കെ ഇടണമെന്ന്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഗൈസ് നമ്മൾ നടത്തുന്നത്. അപ്പൊ ഞാൻ ഒരുങ്ങി, അവൾ ഒരുങ്ങുന്നതേ ഉള്ളൂ. ഇത് നിങ്ങൾ കണ്ടോ ഗൈസ്, ഈ സ്വർണ്ണമല്ല, ഇത് നമ്മൾ പണ്ട് എപ്പോഴോ എന്തിനാണ് ഒപ്പനെ നാടോടി എന്തോ കളിക്കാൻ നേരത്ത് ഉപയോഗിച്ച കുറച്ച് സാധനങ്ങളാണ്. അപ്പം ഇത് കണ്ടപ്പോ നമുക്ക് തോന്നി റിവഞ്ചിലെ ചില സീൻസിൽ ഇതൊക്കെ ഉപയോഗിച്ച് വല്ലതൊക്കെ ചെയ്താലാന്ന് തോന്നി. കാരണം ഇത് നമ്മളെ തലയിൽ കിട്ടണം, ഇങ്ങനെ വെക്കാനൊക്കെയാണ് നമ്മളെ ഉദ്ദേശം. അപ്പോൾ ഒരു മന്ത്രവാദിനി വേഷത്തിന് വേണ്ടിയിട്ട് ഞാൻ അവളുടെ മുഖത്ത് തലയിലൊക്കെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടി. സത്യത്തിൽ ഇതൊന്നും അവൾക്ക് പിടിച്ചിട്ടില്ല കേട്ടോ. ഞാൻ എന്തൊക്കെയാ അവളുടെ തലയിൽ, ഞാൻ വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലേ, അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെയല്ലേ കാണിക്കേണ്ടത്. കല്യാണത്തിന് പോണാടി, ഒപ്പന കളിക്കാൻ പോണ. ഞാൻ അവള് പറയുന്നത് മൈൻഡ് ആക്കിയില്ല ഗൈസ്. ഞാൻ എന്റെ പണി തുടർന്നത് കൊണ്ടേ ഇരുന്ന് അങ്ങനെ അവസാനം ഉമ്മായും വാപ്പായും നനമ്മയും കാണിച്ചപ്പോൾ അവര് പറഞ്ഞത് ഇങ്ങനെയാണ് ഗൈസ്. നല്ലമ്മ രാജകുമാരിയെ പോലെ ഇരിക്കേണ്ടതെന്ന് പറഞ്ഞ് സഫാക്കപ്പ ഭയങ്കരമായിട്ട് ചിരി വന്ന്. പിന്നെ ഉമ്മായും പാപ്പയും കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, മണവാട്ടി. അങ്ങനെ ഗൈസ് നമ്മൾ ഭയങ്കരമായിട്ട് ചമ്മിപ്പോയി ഗൈസ്. നമ്മൾ മന്ത്രവാദിനി ലുക്കാക്കാൻ നോക്കിയിട്ട് എല്ലാവരും പറഞ്ഞാൽ നമ്മളെ റാണിയാക്കി രാജകുമാരിയാക്കിനാണ്. ഇതെന്തൊരു രാജകുമാരിയാണ് നീ മന്ത്രവാദിനി ആക്കാൻ പോണെന്നൊക്കെ ചോദിച്ചു. ഗൈസ്, നമ്മളിനി സുറുമയൊക്കെ എഴുതാം, എങ്കിലേ ഇനി ഇതൊരു മന്ത്രവാദിനി പോലെ തോന്നിക്കത്തുള്ളൂ അല്ലേ. അവൾ വിചാരിച്ച ഞാൻ അവളുടെ കണ്ണിന് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ സുറുമയൊക്കെ എഴുതി കൊടുക്കുന്നു. പക്ഷെ ഞാൻ അങ്ങനെയൊന്നുമല്ല ഗൈസ് ചെയ്തത്. തന്നെ അവളുടെ കണ്ണിനെ താഴെ മുകളിലായിട്ടൊക്കെ ഈ ഫോണൊക്കെ കണ്ട് കണ്ണ് കടുത്തിരിക്കുന്ന പോലെയൊക്കെ, ഉറങ്ങി എഴുന്നേക്കുമ്പോൾ കണ്ണ് കടുത്തിരിക്കുന്ന പോലെയൊക്കെ ഞാൻ അവളുടെ കണ്ണാക്കിയെടുത്ത് ഗൈസ്. പക്ഷേ കുഴപ്പമില്ല, അവൾക്കത്തൊരു പ്രശ്നമൊന്നും തോന്നിയില്ല. അവൾക്ക് കുറച്ചും കൂടി മന്ത്രവാദിനി ലുക്ക് ആവാൻ തന്നെയായിരുന്നു ഇത്. ഇത് അപ്പൊ ഇരുട്ടത്തിന്നാ പിടിക്കണ രാജകുമാരിയെ പോലെ വന്നിട്ട് അത് മന്ത്രവാദിയായി തീരുന്നു. എന്നിട്ട് ഗൈസ് നമ്മൾ ബ്ലൂ സ്ക്രീനിൽ നിന്ന് വീഡിയോ പിടിക്കാന്ന് വിചാരിച്ചു. ഞാനാണ് കേട്ടോ വിചാരിച്ചത്. നമ്മുടെ സഫ്നെ സമ്മതിക്കണ്ടേ. സഫ്നെ പറയുന്നത് ഒട്ടും ക്ലിയർ ഇല്ല, കൊള്ളത്തില്ല, നീ അത് മാറ്റെന്ന് പറഞ്ഞ് എന്നെ കൂടി ദേഷ്യം പിടിപ്പിച്ച്. അങ്ങനെ കുറേ വഴക്കുണ്ടായതിനു ശേഷം നമ്മൾ അവസാനം മുറ്റത്ത് നിന്ന് തന്നെ വീഡിയോ പിടിക്കാമെന്ന് തീരുമാനിച്ച്. അങ്ങനെയുള്ള മുറ്റത്ത് നിന്ന് തന്നെ 2-3 വീഡിയോ ഒക്കെ പിടിച്ച്. അപ്പോൾ സഫ പഴം കൊണ്ടുവന്ന്. അങ്ങനെ നമ്മൾ പഴം കഴിച്ചതിന് ശേഷം സഫ നേരെ റൂമിലോട്ട് പോയി. എന്തിനാണെന്ന് അറിയോ ഗൈസ്, അവൾ ഗെയിം കളിക്കാൻ പോകുന്നതാണ്. അവൾ ഗെയിം കളി തുടങ്ങിയാൽ പിന്നെ നിർത്തത്തില്ലേ ഗൈസ്. അവൾ ഗെയിമിനോട് ഭയങ്കര അഡിക്റ്റാണ്. അപ്പോഴത്തേക്കൊരു ഉച്ച 1:55 ആയിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിക്കാനുള്ള സമയം. ഇങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്ന് നല്ല മീൻ പൊരിച്ചൊരു മണം ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ച് മീൻ പൊരിച്ചൊക്കെ ഉണ്ടാകുന്നു, പക്ഷേ അത് പാവയ്ക്ക പൊരിച്ചായിരുന്നു. അങ്ങനെ ചോറും എന്തൊരു കായ അങ്ങോട്ട് ഇട്ട്, പിന്നെ പാവയ്ക്ക പൊരിച്ചതും, പിന്നെ നെത്തോലി മീൻ കറി ഇട്ടും. നെത്തോലി മീനോട് വേറെ എന്തൊരു വലിയ മീനും കൂടി ഉണ്ടായിരുന്നു. പിന്നെ പുളിയും കൂടി ഉണ്ട്. ഞാൻ പറഞ്ഞ് ഇത്തിരി വിത്തിയാൽ മതി, ഒന്ന് രുചി അറിഞ്ഞിട്ട് കഴിക്കാന്ന്. അങ്ങനെ നമ്മൾ കഴിക്കാനിരുന്നത്. നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഈ പാവയ്ക്ക പൊരിച്ചത് കഴിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ രുചി എങ്ങനെയാണെന്ന് അറിഞ്ഞൂടെ. സഫ തൊറ്റടിക്കെടുത്തങ്ങ് വായിലിട്ട് കുറച്ച് നേരം ചവച്ചപ്പോൾ അവൾക്ക് അതിൻ്റെ കയ്പങ്ങ് അറിഞ്ഞു തുടങ്ങി. എന്നിട്ട് വായിന്ന് കയ്പ് പോകാൻ വേണ്ടിയിട്ട് അവൾ പെട്ടെന്ന് ചോറൊക്കെ എടുത്ത് വായിലിട്ട് എന്നിട്ടൊരു കള്ള നോട്ടം നോക്കി. ആ നോട്ടത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവും ആ പാവയ്ക്കയുടെ രുചി എത്രത്തോളം ഉണ്ടെന്ന്. പിന്നെയുള്ള പരിപാടി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. കാരണം ഒന്നുകിൽ ഫോണിൽ ഇങ്ങനെ ഷോർട്ട് കണ്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഗെയിം കളിക്കും, ഇല്ലെങ്കിൽ കിടന്നുറങ്ങും ഗൈസ്. കുറച്ച് നേരം അങ്ങനെ ഉമ്മ എന്ന് പറഞ്ഞ് പാല് മേടിച്ചിട്ട് വരാം. അങ്ങനെ നമ്മൾ പാല് മേടിക്കാൻ പോയി പാല് മേടിച്ചിട്ട് വന്നു. അടുത്താണ് വീട്. ഓക്കെ ഗൈസ്, അപ്പം ഇപ്പം സമയം ഒരു 5:30 ആയിട്ടുണ്ട്. അപ്പം ഉമ്മ പറഞ്ഞ് പച്ചരി ഒത്തിരി ഒന്ന് വെള്ളത്തിലിട്ട് കഴുകിയെടുക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് രാത്രി ദോശയോ അപ്പോ മറ്റോ ആയിരിക്കും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എനിക്കില്ല പച്ചരി. ഓക്കെ ഗൈസ്, അങ്ങനെ ജോലി തുടങ്ങിയപ്പോൾ എൻ്റെ വേലത്തന്നെ സ്റ്റാർട്ടാകാൻ തുടങ്ങി ഗൈസ്. ഞാൻ എന്തിനൊക്കെ കാണിച്ചു വിട്ടുന്നുണ്ട്, പക്ഷേ ഞാൻ പറഞ്ഞ ജോലി നല്ലോണം ചെയ്യുന്നുണ്ട് ഗൈസ്. എന്നാലും അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കുറച്ച് വേലത്തനങ്ങളൊക്കെ ഉണ്ട്.
ഈ ലോങ് വീഡിയോസൊക്കെ കൂടുതൽ പിടിക്കാൻ എനിക്കാണ് താല്പര്യം. സഫക്ക് കൂടുതൽ ഷോർട്ട് വീഡിയോ ആണ് താല്പര്യം. അതുകൊണ്ടാണ് ഈ ലോങ് വീഡിയോയിലൊക്കെ അത്രയ്ക്കൊന്നും അവൾ വരാത്തത്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് ഗൈസ്. അങ്ങനെ ഞാൻ പച്ചരിയൊക്കെ നനച്ചിട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഉമ്മ ചായ ഇട്ട് കഴിഞ്ഞു. ചായയോടെ കഴിക്കാനായിട്ട് 5-6 പാർലേജിയുടെ ബിസ്ക്കറ്റും പിന്നെ ഒരു കേക്ക് ഇരിപ്പുണ്ടായിരുന്നു. അതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കേക്ക് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ പാർലേജി ബിസ്ക്കറ്റ് കഴിക്കത്തില്ലല്ലോ, കേക്ക് കഴിക്കാനല്ലേ ഇരിക്കത്തില്ല. അങ്ങനെ ഞാൻ കേക്കും ചായയും കുടിച്ചു. കുടിക്കുന്നതിനിടെ ഞാൻ ക്യാമറ നോക്കി ക്യൂട്ട് എക്സ്പ്രഷൻസ് ഒക്കെ ഇടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എൻ്റെ കേക്ക് ആരോ തട്ടിപ്പറിക്കാൻ നോക്കി. ഓക്കെ ഗൈസ്, അങ്ങനെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ പോയി കുളിച്ചിട്ടൊക്കെ വന്ന് എന്നിട്ട് പഠിക്കാനിരുന്നത്. ഞാൻ മുമ്പേ പഠിച്ചായിരുന്നു, സഭ പഠിക്കാനിരുന്നതേ ഉള്ളൂ കേട്ടോ. ഈ പഠിത്തത്തിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? പഠിത്തം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമല്ലാന്നിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ് ഈ പഠിത്തം എന്ന് പറഞ്ഞാൽ. ഇഷ്ടമുണ്ടായിട്ട് പഠിക്കുന്ന ഒരു ഞാൻ ചോദിച്ചാ ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്. ഫോണിൽ കളിച്ച് ചാർജ് തീർന്ന് ചാർജ് ചെയ്ത് വെക്കുമ്പോൾ ബോറടിക്കുമ്പോൾ ഇനിയിപ്പം ഒന്ന് ബുക്കെടുത്ത് വായിക്കാം, അത്രേ ഉള്ളൂ. സഫ സത്യത ഇങ്ങനെയൊക്കെ പറയും. സത്യത്തിൽ അവൾ വീഡിയോക്കിന് മാത്രം ഷോ കാണിച്ച് പഠിക്കുന്നുണ്ട്. സത്യത്തിൽ അവൾ പഠിക്കുന്നില്ല. ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ സഫനെ കണ്ണുരുട്ടി നോക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഞാൻ ബുക്ക് എടുത്ത് കുറച്ച് നേരം പഠിച്ചു. പിന്നെ അതിന് ശേഷം അടച്ചു വെച്ചു. അപ്പം അമ്മ ലോട്ടി ചോക്കോപ്പി ഉണ്ടെന്ന് കുറച്ച് ഫ്രിഡ്ജിലൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാനും സഫനയും കൂടി അത് കഴിച്ചുകൊണ്ടിരുന്നു. ചില സമയത്ത് ഞാൻ വോയിസ് ഓവർ ചെയ്യും, ചില സമയത്ത് സഫന വോയിസ് ഓവർ ചെയ്യും. അതാണ് പല സമയത്തും പല രീതിക്ക്. സോറി ഗൈസ്, രാത്രിയിലത്തെ ഫുഡ് കഴിച്ചതിന് ശേഷം എന്നിട്ട് നമ്മൾ ഈ പഠിക്കാൻ നിന്നതും പിന്നെ ചോക്കോപ്പി കഴിച്ചതും ഒക്കെ. അപ്പോൾ രാത്രിയിലത്തെ ഫുഡ് ഉച്ചക്കത്തെ അതേ ഫുഡ് തന്നെയായിരുന്നു. അതിനിടയിൽ ഒരാളൊരു തമാശ പറഞ്ഞ് പിന്നെ ഭയങ്കര ചിരി നിർത്താനേ പറ്റിയില്ല. കണ്ടറിഞ്ഞൂടെ കാപ്പിയാണല്ലേ? എന്നിട്ട് ഗൈസ് നമ്മൾ നേരെ റൂമിലോട്ട് പോയി കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. വേറെ എന്തിനല്ലേ, ഇതിന് നമ്മൾ മൂടി കിടന്നുറങ്ങി. പക്ഷേ ഈ സീൻ, രാവിലത്തെ സീൻ ഒന്നും കൂടി എടുത്ത് റിവേഴ്സ് അടിച്ച് കാണിച്ചതെന്ന് മാത്രം. സത്യത്തിൽ ഉണങ്ങുന്ന സീൻ നമുക്ക് പിടിക്കാൻ വയ്യ ഗൈസ്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ.